റെസ്പോൺസ് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പടം അഭിപ്രായം നിങ്ങളാണ് പറയണത്, നമ്മളല്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്ത ഇവിടെ നമ്മൾ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം പറയാൻ. തിയേറ്ററിൽ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ പടം. സൗണ്ട് ഭയങ്കര രസമായിട്ടുണ്ട്, എല്ലാവരുടെയും അഭിനയം ഭയങ്കര രസമായിട്ടുണ്ട്. സുമതിയെ കാണിച്ചിരിക്കുന്ന എല്ലാം വർക്കായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എനിവേ ഗുഡ് വൺ. ഇത് റിയൽ സ്റ്റോറി അല്ല, ഇതൊരു ഫിക്ഷൻ സ്റ്റോറിയാണ്. ഫിക്ഷൻ സ്റ്റോറി അല്ലേ? സുമതി വളവ് എന്നുള്ള ഐഡിയ. പാട്ടുകളെല്ലാം സിനിമാറ്റോഗ്രാഫി എല്ലാം നന്നായിട്ടുണ്ട്. ശങ്കർ സാറിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. വിഷ്ണുസ് ഡൺ എ ഗുഡ് ജോബ്. ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നല്ല രീതിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് ഈ ഫിലിമിലുണ്ട്. സോ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ചേച്ചി, ഓ മൈ ഗോഡ്. രാക്ഷസൻ സിനിമയുടെ ഒക്കെ ക്യാമറയാണ്. സുമതി വളവിന്റെ മനോഹരമായ വിഷ്വൽസും കാര്യങ്ങൾ ചെയ്തു തന്ന രാക്ഷസൻ. Thank you so much. Please enjoy with all your family. Thank you. It's a family film. It's a completely family film, so you can enjoy. Thank you so much. Thank you. അടിപൊളി കീഴിലെ പടല്ലേ അത് കാണാൻ. അടിപൊളി പടം, അടിപൊളി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടതിൽ എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് ഓഡിയൻസിൽ നിന്ന് കിട്ടിയത്. എന്തായാലും എല്ലാവരും പോയി കാണണം തീർച്ചയായിട്ടും. ഫാമിലി ഫ്രണ്ട്സായിട്ടും വീണ്ടും നിങ്ങൾ വരും. മതിയുള്ള സിനിമ ഒരു ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമ. അതായത് ഹൊറർ കോമഡി ജോണറിൽ വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ ഓരോ ഫ്രെയിംസ് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റി. പിന്നെ സുമതി വളവ് കാര്യം ആ സ്ഥലം എന്തിട്ടാണെന്ന് നമുക്കൊന്നും ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു എന്താ പറയുക, ഒരു ഹൊറർ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ആ കഥയോടുകൂടി. പിന്നെ ഇതിൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകൻ, ബാലു വർഗീസ് ഇവർ രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ കൂടാണ്ട് സിദ്ധാർത്ഥ് ഭാരതൻ, അതേപോലെ തന്നെ സൈജി കുറുപ്പ്, ഇവരൊക്കെ ചെയ്തൊക്കെ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഭാമ മലയാള സിനിമയിലേക്ക്, ഭാമയുടെ ഒരു സിനിമ ഞാൻ കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഗംഭീര ഒരു സിനിമ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കയറാം. നല്ല ഗംഭീരമായിട്ട് കിട്ടും. BGM കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കിട്ടും. എന്തായാലും വളരെ അത് കാസ്റ്റിംഗ് ഡയറക്ടർ അവർ തന്നെ കാസ്റ്റ് ചെയ്തല്ലേ, അതൊക്കെ അവർ ഓക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെയായിരുന്നു. പിന്നെ ശിവദ മേഡം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇൻട്രോവൽ എന്നുള്ള സീൻസ് നോർമൽ മൂവി. ഓക്കെ, കുറേ നാളായില്ലേ ഹൊറർ മൂവീസൊക്കെ കണ്ട് തിയേറ്ററിൽ വന്ന് എല്ലാവരും കണ്ട്. ചിരിക്കാൻ കുറേയുണ്ട്. അടിപൊളിയാണ്. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയില്? എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ഞാൻ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ ഏറ്റവും കൂട്ടായത് ശ്രാവൺ ചേട്ടനായിട്ടായിരുന്നു. ഇപ്പം അതിനകത്ത് എല്ലാ എലമെൻസും ഉണ്ട്. ഹൊറർ മാത്രമല്ല, ഹൊററുണ്ട്, കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു കോംബോ പാക്കാണ്. അപ്പം ഏത് പ്രായക്കാർക്കും, ഫാമിലി ആയിട്ടായാലും അല്ലാതെ ഇപ്പോൾ യൂത്തിനായാലും പിള്ളേർക്കായാലും എല്ലാവർക്കും വന്നിരുന്ന് കണ്ടു പോകാൻ 2 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ല പടം. സൂപ്പറായിട്ട് തോന്നി. സുമതി എങ്ങനെ പേടിപ്പിച്ചു? സുമതി പേടിപ്പിക്കുന്നിടത്ത് പേടിപ്പിച്ചു, ചിരിപ്പിക്കുന്നിടത്ത് ചിരിപ്പിച്ചു. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. സത്യം, തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെ. സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. എല്ലാം നന്നായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇല്ല, അയ്യോ അതെന്താ അവിടെ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ. മെയിനായിട്ട് നമുക്ക് പോകുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആദ്യം മുതൽ ഉണ്ടല്ലോ, ഡൗട്ടുകൾ. പക്ഷെ അതെല്ലാം ക്ലിയർ ആക്കിയാണ് ഇതാക്കിയത്. ലാസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലാവും ഓക്കെ ഇതാണ്, ഒരു ഇതില്ലാതെ എല്ലാം നന്നായിരുന്നു.